ഓക്കെ, ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ. റിയൽ ഗ്യാസ് ഷോ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ വെൻ. ഓപ്ഷൻസിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ലോ, പ്രഷർ ഹൈ, ടെമ്പറേച്ചർ ഹൈ, പ്രഷർ ഈസ് ലോ, ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ലോ, ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ഹൈ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഭാഗത്ത് വരുന്ന തിയറി മനസ്സിലാക്കാൻ എല്ലാവർക്കും അറിയാം. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണിത്. ഈ ഒരു ചാപ്റ്ററിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗത്ത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT. ഇക്വേഷൻ അറിയാത്ത ആരുമില്ല. ഏത് ക്ലാസ്സിലും ചോദിച്ചാലും ഏത് ഉറക്കത്തു നിന്ന് എണീറ്റ് കുട്ടികൾ ഇതിൻ്റെ ഇക്വേഷൻ വിളിച്ചു പറയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. PV = nRT. PV = nRT, where P is the pressure, V is the volume of n mole of gas, n is the number of mole, R is the universal gas constant, and T is the absolute temperature. Absolute temperature is Kelvin scale. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റിയിട്ടാണ് പ്രോബ്ലംസുകളൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് ഞാൻ വരാം. അതിൻ്റെ മുമ്പ് ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഗ്യാസ് ലോസ്. ഇമ്പോർട്ടൻ്റ് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് ആർ പ്രഷർ, വോളിയം, നമ്പർ ഓഫ് മോൾ, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇവർ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പാണ് ഡിഫറെൻറ്റ് ഗ്യാസ് ലോസ്. ആ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കാണാൻ കഴിയും. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ്. പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ അറിയാൻ വോളിയത്തെ ഈക്വൽറ്റിൻ്റെ മറ്റേ സൈഡിലോട്ട് കൊണ്ടുപോയാൽ വോളിയം താഴോട്ടാണ് വരിക. അപ്പോൾ പ്രഷറും വോളിയം ഇൻവേഴ്സിലി. സോ P1/P2 = V2/V1. പ്രഷറും വോളിയം ഇൻവേഴ്സിലി. ഈ ലോ ആണ് ബോയിൽസ് ലോ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ, വോളിയം ടെമ്പറേച്ചറും നേരെയാണുള്ളത്. അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. സോ V1/V2 = T1/T2. അബ്സല്യൂട്ട് ടെമ്പറേച്ചറുമായിട്ടാണ്. ഈ ലോ ആണ് ചാൾസ് ലോ. ഇതേപോലെ തന്നെ കുട്ടികൾ പറഞ്ഞോളൂ, പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് പറ? ഡയറക്റ്റ്ലി ആണോ ഇൻവേഴ്സിലി ആണോ? മക്കൾ പറ. ഓക്കെ, ഡയറക്റ്റ്ലി. സോ P1/P2 = T1/T2. ഈ ലോ ആണ് ഗാലുസാക്സ് ലോ. ഇതെല്ലാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ അകത്തുണ്ട്. ഗാലുസാക്സ് ലോ. പിന്നെ വോളിയവും നമ്പർ ഓഫ് മോളും ഡയറക്റ്റ്ലി. ഈ ലോ ആണ് അവഗാഡ്രോസ് ലോ. അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ STP കണ്ടീഷനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ എല്ലാ ലോയും ഒബേ ചെയ്യുന്ന ഗ്യാസാണ് ഐഡിയൽ ഗ്യാസ്. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. P1V1/T1 = P2V2/T2. ഇത് വെച്ചും ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാ ലോയും ഒബേ ചെയ്യുന്ന ഗ്യാസാണ് ഐഡിയൽ ഗ്യാസ് അഥവാ പെർഫെക്റ്റ് ഗ്യാസ്. ഒരു ഗ്യാസ് പെർഫെക്റ്റ് ആവുന്നത് അത് ഗ്യാസിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുമ്പോഴാണ്. ഗ്യാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഗ്യാസിൽ വളരെ കുറവാണ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് കുറയും തോറും അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കും ഒരു സബ്സ്റ്റൻസ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് കുറഞ്ഞ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് നെഗ്ലിജിബിൾ ആയാൽ അതൊരു പെർഫെക്റ്റ് ഗ്യാസായിട്ട് ആക്ട് ചെയ്യും. അതാണ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ ഒരു ഗ്യാസ് ഐഡിയൽ ആവുന്ന കേസിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് ഇൻ്ററാക്ഷൻ ഈസ് നെഗ്ലിജിബിൾ. പരിഗണിക്കാൻ മാത്രമില്ലാത്ത രൂപത്തിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് കുറഞ്ഞാലാണ് അത് ഐഡിയൽ ഗ്യാസ് ആവുന്നത്. പക്ഷേ ഇവിടെ കാണുന്ന റിയൽ ഗ്യാസുകളൊക്കെ ഐഡിയൽ അല്ല, നോൺ ഐഡിയലാണ്. ദേ ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ഡ്യൂ ടു മോളിക്കുലാർ ഇൻ്ററാക്ഷൻ. അപ്പോൾ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് റിയൽ ഗ്യാസിനെ നോൺ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നു. മാത്രവുമല്ല, റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യാനുള്ള റീസൺ മോളിക്കുലാർ ഇൻ്ററാക്ഷനാണ്. അങ്ങനെ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് മോളിക്കുലാർ ഇൻ്ററാക്ഷൻ മൂലം ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി റിയൽ ഗ്യാസിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് റിയൽ ഗ്യാസിൻ്റെ ഡീവിയേഷനെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾക്ക് വിധേയമാക്കി റിയൽ ഗ്യാസിന് ഇക്വേഷൻ പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് വാൻഡർ വാൾ. അതുകൊണ്ടാണ് മോളിക്കുലാർ ഫോഴ്സുകളെ, ഇൻ്റർമോളിക്കുലാർ ഫോഴ്സുകളെ വാൻഡർ വാൾസ് ഫോഴ്സുകൾ എന്ന് വിളിക്കുന്നത്.
ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ മോളിക്കുലാർ ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കുന്ന ഭാഗത്ത് ടൈപ്സ് ഓഫ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് പറയുന്നിടത്ത് ടൈപ്സ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സിൻ്റെ ഭാഗത്ത് ഡിസ്പേർഷൻ ഫോഴ്സ് അഥവാ ലണ്ടൻ ഫോഴ്സ്, ലോണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഫോഴ്സ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് ആൻഡ് ഓൾസോ ഹൈഡ്രജൻ ബോണ്ട്, ഇത്രയും ഡിഫറെൻ്റ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സുകളെ കുറിച്ച് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അത് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം, വൈ ഡു റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ? രണ്ട് റീസൺ ഉണ്ട്. ഒന്ന് മോളിക്കുലാർ ഇൻറ്ററാക്ഷനാണ്, മറ്റൊരു റീസൺ ഫൈനൈറ്റ് സൈസ് ഓഫ് മോളിക്യൂലാണ്. ഫൈനൈറ്റ് സൈസ് ഓഫ് മോളിക്യൂൾ, ദാറ്റ് മീൻസ് വോളിയം കറക്ഷൻ. കൈനറ്റിക് തിയറിയിൽ രണ്ട് റോങ് അസംഷൻ ഉണ്ട്. ദർ ഈസ് നോ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ. ആ റോങ് അസംഷനിലെ കറക്ഷനാണ് മോളിക്കുലാർ ഇൻട്രാക്ഷൻ. അതുകൊണ്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ വൺ മോളിക്യൂൾ ഈസ് നെഗ്ലജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം. ആ കോൺസെപ്റ്റിനെയും കറക്ഷൻ നടത്താനാണ് ഫൈനൈറ്റ് സൈസ് ഓഫ് ദ മോളിക്യൂളിൻ്റെ വോളിയം നെഗ്ലജിബിൾ അല്ല. ഈ രണ്ട് റീസൺ ഉള്ളത് കൊണ്ട് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ മോളിക്കുലാർ ഇൻട്രാക്ഷൻ വരും തോറും ഡീവിയേഷൻ സംഭവിക്കും. മോളിക്കുലാർ ഇൻട്രാക്ഷൻ നെഗ്ലിജിബിൾ ആയാൽ അത് ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. മോളിക്യൂൾസ് അകന്നു പോവാൻ എല്ലാവർക്കും അറിയാം, ടെമ്പറേച്ചർ കൂട്ടണം, പ്രഷർ കുറയ്ക്കണം. മോളിക്യൂൾസ് അകന്നകന്ന് പോവും, ഐഡിയൽ ബിഹേവിയർക്ക് പോവും. അപ്പോൾ ഇറ്റ് ഈസ് വെരി ക്ലിയർ, റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം അതിനെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. മോളിക്യൂൾസ് അടുത്ത് വരണം. സോ ടെമ്പറേച്ചർ ഡിക്രീസ്, പ്രഷർ ഇൻക്രീസ്. So real gas deviate from ideal behavior at temperature is low and pressure is high. Molecular interaction increase, deviation is occur. Therefore, real gas show deviation from ideal behavior at temperature is low and pressure is high. ഈ ഒരു അവസ്ഥ സംഭവിക്കുക, ടെമ്പറേച്ചർ കൂട്ടുക, പ്രഷർ കുറയ്ക്കുക, റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഇൻ ഓൾ അതർ കണ്ടീഷൻ റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ. ഓക്കെ, റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയറിൻ്റെ ഭാഗമാണ് ഇവിടെ ചോദിച്ചത്. സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതിൻ്റെ പ്രോബ്ലംസുകൾ, കാര്യങ്ങളൊക്കെ, ഈ ഇക്വേഷൻസ് വെച്ചുള്ള പ്രോബ്ലംസുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ലിസൺ ഹിയർ. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? പി വി ഈക്വൽ ടു എൻ ആർ ടി. ഇതിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ഇക്വേഷൻ ആണ്, പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ള ഇക്വേഷൻ പി വി ഈക്വൽ ടു ഡബ്ല്യു ബൈ എം ആർ ടി. ഓക്കെ, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. So P equal to WRT by Vm. P equal to WRT by Vm. Mass by volume, density. Okay. So P equal to rho density, rho RT by M. Rho RT by M. Rho P equal to rho RT by M. Rho equal to PM by RT. Rho equal to PM by RT. ഓക്കെ, അപ്പോൾ പി വി ഈക്വൽ ടു എൻ ആർ ടി, ഡെൻസിറ്റിയും പ്രഷറും മോളാർ മാസും തമ്മിലുള്ള റിലേഷൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ജസ്റ്റ് ഒന്ന് പെടുത്തുന്നു. ഈ സമയം ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ പി വി ഈക്വൽ ടു എൻ ആർ ടിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഇതാണ്: എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത്, ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വരച്ചു തരികയാണ്. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇറ്റ് വിൽ ബേസ്റ്റ്
അത് പൊട്ടും. ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 ബാർ, 0.2 ബാർ പ്രഷർ വന്നാൽ ബലൂൺ പൊട്ടിപ്പോകും. ബേസ്റ്റ്, അതിങ്ങനെ പൊട്ടിപ്പോകും 0.2 ബാർ പ്രഷർ വന്നാൽ. അറ്റ് 1 ബാർ, 1 ബാർ പ്രഷർ ഉണ്ടായപ്പോൾ വോളിയം 22.7 ലിറ്റർ, 22.7 ലിറ്റർ എങ്കിൽ അപ് ടു വാട്ട് വോളിയം ക്യാൻ ദ ബലൂൺ ബി എക്സ്പാൻഡഡ്? ബലൂണിനെ വീർപ്പിക്കാൻ കഴിയുന്ന, എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന മാക്സിമം വോളിയം എത്ര? അല്ല, അപ് ടു വാട്ട് വോളിയം, ഏത് വോളിയം വരെ ക്യാൻ ദ ബലൂൺ ബി എക്സ്പാൻഡഡ്, അഥവാ പൊട്ടുന്ന സമയത്തുള്ള പ്രഷറുള്ള വോളിയം വരെ എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പം ഇതിൻ്റെ കറസ്പോണ്ടിങ് വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. 1 ബാറിലെ വോളിയം തന്നിട്ടുണ്ട്, പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷനാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഇക്വേഷൻ പി വി ഈക്വൽ ടു NRT. സോ R കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, എമൗണ്ട് മാറുന്നില്ല. പൊട്ടിക്കഴിഞ്ഞാലേ നമ്പർ ഓഫ് മോൾ പുറത്തേക്ക് പോകുന്നുള്ളൂ, പൊട്ടുന്നത് വരെയുള്ള കൺസെപ്റ്റാണ് ചോദിച്ചത്. ഓക്കെ, പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി P1 by P2 ഈക്വൽ ടു V2 by V1, P1 by P2 ഈക്വൽ ടു V2 by V1. P1 നമ്മൾ 1 ആക്കി എടുക്കാം, P2 0.2 ആക്കി എടുക്കാം, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് P1 നിങ്ങൾ 1 ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് V1. അപ്പോൾ ചോദിച്ചത് V2 by V1 22.7. സോ V2 ഈക്വൽ ടു 22.7 by 0.2. സോ 0.2. ചെറിയൊരു കറക്ഷൻ ക്വസ്റ്റ്യൻ ഞാൻ വരുത്തട്ടെ, നിങ്ങൾ അനുവാദത്തോടു കൂടി. 2.27 ആണെന്ന് വിചാരിക്കുക കേട്ടോ. 2.27 ലിറ്ററാണ് ഇവിടുത്തെ വോളിയം എന്ന് വിചാരിക്കുക. സോ ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് ഒരു പോയിന്റ് മുന്നിലോട്ട് കൊടുക്കാം, 22.7/2. ഓക്കെ, കാൽക്കുലേഷൻ മനസ്സിലായിട്ടുണ്ടാകും. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം നിങ്ങൾ വീഡിയോയുടെ ഇടയിൽ. 2.27 ലിറ്റർ എന്നാക്കിയിട്ടുണ്ട്. സോ 2.27/0.2, ഇറ്റ് ഈസ് 22.7/2. സോ ദ വാല്യൂ ഈസ് 11.35 ലിറ്റർ. 11.35 ലിറ്റർ വരെ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ബോയിൽസിലോ വെച്ചിട്ടാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. ദ എയർ ജസ്റ്റ് അബോവ് സീ ലെവൽ ഈസ് മോർ ഡെൻസർ. വിച്ച് ലോ ബിഹൈൻഡ് ദിസ് കോൺസെപ്റ്റ്? ദ ലോ ഈസ് ബോയിൽസ് ലോ. ബിക്കോസ് പ്രഷറും ഡെൻസിറ്റിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയാൽ ബോയിൽസ് ലോ ആണത്. അപ്പോൾ സീ ലെവലിൽ പ്രഷർ കൂടുതലാണ്, മുകൾക്ക് പോകുന്നൊരു പ്രഷർ കുറയും, അപ്പോൾ അവിടുത്തെ ഡെൻസിറ്റിയും കൂടുതലായിരിക്കും. ദ എയർ ജസ്റ്റ് അബോവ് സീ ലെവൽ ഈസ് മോർ ഡെൻസർ, ബോയിൽസ് ലോ. ഓക്കെ, ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അത് നിങ്ങൾക്ക് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് ഉപകരിക്കും. ആ ക്വസ്റ്റ്യൻ ഇതാണ്. LPG സിലിണ്ടർ. ഓക്കെ, LPG cylinder contain 15 kilogram butane, 10 atm pressure. 15 kilogram butane, 10 atm pressure. ലീക്കേജ് സംഭവിച്ചു. ലീക്ക്ഡ്. പ്രഷർ ഫെൽ ഡൗൺ to 80 atm. 80 atm after 1 day. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പ്രഷർ 8 atm ആയി കുറഞ്ഞു എങ്കിൽ മാസ് ഓഫ് ഗ്യാസ് ലീക്ക്ഡ്, ലീക്ക് ചെയ്ത മാസ് എത്ര? ഇതാണ് ചോദ്യം. മാസ് ഓഫ് ഗ്യാസ് ലീക്ക്ഡ്. ഞാൻ പറഞ്ഞു PV = NRT വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. PV = NRT. മാസ്സാണ് ചോദിച്ചത്. മാസ് എന്നിൻ്റെ അകത്തുണ്ട്. സോ PV = W/MRT. പ്രഷറും മാസും തമ്മിലുള്ള റിലേഷനാണ് കാണേണ്ടത്. ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ആറും മാറുന്നില്ല, മോളാർ മാസും മാറുന്നില്ല. ഗ്യാസ് ലീക്ക് മാസ് മാറുന്നുണ്ട്, പ്രഷർ മാറുന്നുണ്ട്. വോളിയം മാറുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അധിക കുട്ടികളും വോളിയം കുറയുമെന്ന് പറയും. ലീക്ക് ചെയ്യുമ്പോൾ വോളിയം കുറയല്ലോ എന്ന്. പക്ഷേ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം, ഇത് LPG സിലിണ്ടറാണ്.
LPG സിലിണ്ടറിൻ്റെ അകത്തുനിന്ന് ഗ്യാസ് ലീക്കായാൽ ബാക്കി വരുന്ന ബ്യൂട്ടൈൻ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി നിൽക്കലല്ല, അത് വീണ്ടും ആ സിലിണ്ടറിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും, വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലാതെ LPGൻ്റെ അകത്തുനിന്ന് വോളിയം ഇങ്ങനെ ഗ്യാസ് ലീക്ക് ചെയ്യുമ്പോൾ വോളിയം ഇങ്ങനെ LPG ഇങ്ങനെ ചുരുങ്ങി വരില്ല. അങ്ങനെയാണ് തീരുമ്പോൾ പോക്കറ്റ് ഇട്ടുണ്ടാവാമല്ലോ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ വോളിയം ഈസ് കോൺസ്റ്റൻറ്റ്. സോ വോളിയവും ഇവിടെ നമ്മൾ മാറുന്നില്ല. സോ പ്രഷറും മാസും ഡയറക്റ്റ്ലി ആണ്. P1/P2 ഈക്വൽ ടു W1/W2. ഓക്കെ, ഈ പ്രഷറിനെ നിങ്ങൾ P1 എന്നും ഈ വെയ്റ്റിനെ W1 എന്നാക്കി എടുക്കുകയാണെങ്കിൽ ഈ പ്രഷറിനെ P2 ആക്കി എടുത്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് കിട്ടുന്ന W2, ആ W2 8 ATM പ്രഷറിലെ വെയ്റ്റാണ്. എന്ന് പറഞ്ഞാൽ 8 ATM പ്രഷർ ആയപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന വെയ്റ്റാണ്. ആ വെയ്റ്റ് ബാക്കി വന്ന വെയ്റ്റ് ആയിരിക്കും. ചോദിച്ചത് ലീക്ക്ഡാണ്. അപ്പോൾ ലീക്ക്ഡ് ചോദിക്കുമ്പോൾ ബാക്കി വന്ന വെയ്റ്റ് കണ്ടുപിടിച്ചിട്ട് ആദ്യമുള്ള വെയ്റ്റ് നിന്ന് മൈനസ് ചെയ്യണം. അല്ലാതെ ലീക്ക് ചെയ്ത് കിട്ടാൻ പുറത്ത് തപ്പിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. സോ നമുക്ക് എഴുതാം P1 15/P2 8 P1 10/P2 8 ഈക്വൽ ടു 15/W2 ഈക്വൽ ടു 15 × 8/10 ഈക്വൽ ടു 15 × 8/10 ഈക്വൽ ടു 120/2 ഈക്വൽ ടു 12 കിലോഗ്രാം. 12 കിലോഗ്രാം ആണ് ബാക്കി വരുന്നത്, റിമൈനിങ്. ബാക്കി വരുന്ന മാസാണ് 12 കിലോഗ്രാം. ദെർഫോർ ലീക്ക്ഡ്, അവിടെ ലീക്കായത് 15 - 12 ഈക്വൽ ടു 3 കിലോഗ്രാം. 3 കിലോഗ്രാം ലീക്കായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ചോദ്യങ്ങളുടെ ആൻസറുകളിൽ എത്താൻ PV = NRT വെച്ചിട്ട് ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് ഗ്യാസ് ലോസിലെ പ്രോബ്ലംസുകളൊക്കെ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻ്റാണ് ഞാൻ തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ PV = NRT, P = ρRT/m, Dalton's law of partial pressure, Dalton's law of partial pressure, Dalton's law of partial pressure. Dalton's law of partial pressure പറയുന്നത് when two or more non-reacting gas, രണ്ടോ അതിലധികമോ പരസ്പരം റിയാക്ട് ചെയ്യാത്ത ഗ്യാസുകൾ ഇന്റർമിക്സ്ഡ് ഈച്ച് അതർ, the total pressure equal to the sum of partial pressure of each gas, the sum of partial pressure of each gas, Dalton's law of partial pressure is equal to, partial pressure is equal to total pressure into mole fraction plus P total into അതിൻ്റെ മോൾ ഫ്രാക്ഷൻ. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ, ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ, അതാണ് പാർഷ്യൽ പ്രഷർ. മോൾ ഫ്രാക്ഷൻ കാണാൻ എല്ലാവർക്കും അറിയാം. എയുടെ മോൾ ഫ്രാക്ഷൻ എയുടെ നമ്പർ ഓഫ് മോൾ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. ഓക്കെ, ബിയുടെ മോൾ ഫ്രാക്ഷൻ NB/NA + NB. Dalton's law of partial pressure. In a classroom discussion, teacher said that the mixture of NH3 and HCl do not hold good for Dalton's law of partial pressure. Do you agree with the teacher? Yes, because they are reacting gas to form NH4Cl. So Dalton's law of partial pressure is not applicable in this case because they are reacting gas. Dalton's law of partial pressure, when two non-reacting or two or more non-reacting gas are mixed, total pressure sum of partial pressure. Partial pressure is equal to total pressure into its mole fraction. Okay. Next question, question number 10. Dalton's law of partial pressure basil വരുന്ന ഒരു question ആണ്. The question is, a gaseous mixture contain
56 gram nitrogen, 44 gram CO2 and 16 gram CH4. ടോട്ടൽ പ്രഷർ പി ടോട്ടൽ, ഇതൊക്കെ പി ടോട്ടൽ എന്നാണ് വായിക്കേണ്ടത്. ടോട്ടൽ പ്രഷർ 720 millimeter of mercury, mmHg. ദ പാർഷ്യൽ പ്രഷർ ഓഫ് CH4, CH4ൻ്റെ പാർഷ്യൽ പ്രഷറാണ് ചോദിച്ചിരിക്കുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് CH4. ടോട്ടൽ പ്രഷർ തന്നു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ കാണാൻ, പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. സോ പാർഷ്യൽ പ്രഷർ ഓഫ് CH4 ഈക്വൽ ടു, ഇറ്റ് ഈസ് ക്ലിയർ, ടോട്ടൽ പ്രഷർ ഇൻറ്റു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ, P total into chi CH4 equal to total pressure is given as 720 mmHg, 720 into mole fraction. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോളിൻ്റെ റേഷ്യോ ആണ്. NCH4 divided by NCH4 plus NN2 plus NCO2 equal to 720 into number of mole of CH4 by heart add ചെയ്യാം. given mass 60 gram, molecular mass is also 60, so number of mole of CH4 is 1 by 1 divided by number of mole of CH4 1 plus number of mole of N2 given mass 56, നൈട്രജൻ്റെ molecular mass 28, ഒരു നൈട്രജൻ്റെ atomic mass 14, so 28 56 by 28 equal to 2. So it is 2 plus carbon dioxide given mass 44, molecular mass is also 44, so number of mole is 1. So the answer is 720 divided by 4. 720 divided by 4 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് CH4. 720 divided by 4 equal to 180 mmHg. 72 by 4 18, okay, 180 mmHg, partial pressure of CH4. It is clear. For Dalton's law of partial pressure, okay. പിന്നെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ്, അതേപോലെ വാൻ ഡെർ വാൾ ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു nRT. പ്രഷറിലും വോളിയത്തിലെയും കറക്ഷനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. P പ്ലസ് N സ്ക്വയർ A/V². ഇതിപ്പം തന്നെ നിങ്ങൾ പഠിക്കണം. ഈ വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങളത് പഠിച്ചേ മതിയാകൂ. പ്രഷറിലെ കറക്ഷൻ N സ്ക്വയർ A/V², N സ്ക്വയർ A/V² ഇൻറ്റു വോളിയത്തിലെ കറക്ഷൻ V മൈനസ് NB ഈക്വൽ ടു nRT. ദിസ് ഈസ് ദ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് റിയൽ ഗ്യാസ്. വാൻ ഡെർ വാൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് റിയൽ ഗ്യാസ്, P പ്ലസ് N സ്ക്വയർ A/V² ഇൻറ്റു V മൈനസ് NB ഈക്വൽ ടു nRT. വാൻ ഡെർ വാൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് റിയൽ ഗ്യാസ്. ഓക്കെ. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ്, ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ, ക്രിറ്റിക്കൽ പ്രഷർ, ക്രിറ്റിക്കൽ വോളിയം, അതിൻ്റെ ഡെഫിനിഷനൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടികളായിട്ട് വരുന്നത് ഇവാപ്പറേഷൻ, വേപ്പർ പ്രഷർ, ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് ഈസ് ഒക്കർ when vapor pressure of a liquid become equal to atmospheric pressure. ആ സമയത്തുണ്ടാവുന്ന ലിക്വിഡിൻ്റെ ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിൻ്റ്. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് കൂടും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് കുറയും. വേപ്പർ പ്രഷർ വേഗം അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകും. ഇതുകൊണ്ടാണ് ഹയർ ആൾട്ടിറ്റ്യൂഡ്, ഉയർന്ന പ്രദേശങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോ. So low boiling points, that temperature is not sufficient to cook food. ബോയിലിംഗ് പോയിൻ്റ് കുറവായതുകൊണ്ട് ഫുഡ് വേവത്തില്ല. അതുകൊണ്ടാണ് ഉയർന്ന പ്രദേശങ്ങളിൽ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രഷർ കുക്കർ ഈസ് യൂസ്ഡ് ടു കുക്ക് ഫുഡ് അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ്.
ആൻസർ അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ് external atmospheric pressure is low, comma, so low boiling point, pressure, that temperature is not sufficient to cook food, therefore pressure cooker is used to cook food. അതേപോലെ സർഫസ് ടെൻഷൻ, ഒരു ലിക്വിഡിൻ്റെ സർഫസിലെ മോളിക്യൂൾസുകൾ, സർഫസ് ടെൻഷൻ, സർഫസിലെ മോളിക്യൂളും ബൾക്കിലെ മോളിക്യൂളും തമ്മിലുള്ള ഡിഫറൻസ്, സർഫസിലെ മോളിക്യൂൾ ഒരു ഫോഴ്സ് ബാക്കിയാകും, ബൾക്കിലെ മോളിക്യൂൾസിലെ ഫോഴ്സ് 0 ആയിരിക്കും, ഇവിടുത്തെ ഫോഴ്സ് 0 അല്ല, ആ ഫോഴ്സാണ് സർഫസ് ടെൻഷൻ. ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഡ്രോൺ ടു ദ സർഫസ്. സർഫസ് ടെൻഷൻ്റെ അപ്ലിക്കേഷൻ്റെ ബേസിൽ വരുന്നതാണ് സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ലിക്വിഡ് ഡ്രോപ്പ്, കാപ്പിലറി റേസ്. ഇതിൻ്റെയൊക്കെ പിന്നുള്ള പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സർഫസ് ടെൻഷനാണ്. ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസസ്, സർഫസ് ടെൻഷൻ ഡിക്രീസസ്. അതേപോലെ വിസ്കോസിറ്റി, റെസിസ്റ്റൻസ് ടു ഫ്ലോ, ഒഴുകാനുള്ള റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി. ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസസ്, വിസ്കോസിറ്റി ഡിക്രീസസ്. ഈ കാര്യങ്ങളൊക്കെ ചാപ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളിപ്പോൾ ബോർഡിൽ കാണുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൂർണ്ണമായിട്ടും നിങ്ങൾ വായിക്കുക. ദ വാല്യൂ ഓഫ് എൻതാൽപ്പി ചേഞ്ച് ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ കാർബൺ ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ ഏറ്റവും സ്റ്റേബിൾ അലോട്രോപിക് ഫോമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിലെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp2. ഗ്രാഫൈറ്റ് ഈസ് പ്ലാനാർ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ, ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് CO2 ഗ്യാസ് gives 2CO gas or 170 kilojoule 170 joule Kelvin raised to -1. എൻതാൽപ്പി ചേഞ്ചും എൻട്രോപ്പി ചേഞ്ചിൻ്റെയും വാല്യൂ ആണ് തന്നിരിക്കുന്നത് റെസ്പെക്റ്റീവ്ലി. ദീസ് റിയാക്ഷൻ വിൽ ബി സ്പോണ്ടേനിയസ് ആൻഡ് കുറച്ച് ടെമ്പറേച്ചറുകൾ തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യത്തിൻ്റെ തിയറി കിടക്കുന്നത് സ്പോണ്ടേനിറ്റി ആൻഡ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്നൊരു ഏരിയയിലാണ്. അതുകൊണ്ട് ആ ഏരിയ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ് പ്രോസസ് ആൻഡ് സ്പോണ്ടേനിറ്റി. എന്തൊക്കെയാണ് സ്പോണ്ടേനിയസ് പ്രോസസ്? ഫോർ എക്സാമ്പിൾ, വാട്ടർഫാൾ, വെള്ളച്ചാട്ടം സ്പോണ്ടേനിയസ് ആണ്. മാങ്ങച്ചാട്ടം എന്ന് പറയേണ്ട, മാങ്ങ ഞെട്ടറ്റ് വീഴുക, ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ്. നമ്മളെ കയ്യിൽ നിന്നൊരു ഇഷ്ടിക കാലിലോട്ടാണ് വീഴുക, സ്പോണ്ടേനിയസ് ആണ്. താഴോട്ട് വീഴുന്നത് മാത്രമല്ല സ്പോണ്ടേനിയസ്. ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ ഈസ് സ്പോണ്ടേനിയസ്. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രോസസ് സ്പോണ്ടേനിയസ്. ചൂടുള്ള ഹോട്ട് വാട്ടർ മേശപ്പുറത്ത് വെച്ചാൽ അങ്ങനെ തണുത്തു പോകുന്ന പ്രോസസ് സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായമില്ലാതെ ഒരു ഡയറക്ഷനിലേക്ക് നടക്കുന്ന പ്രോസസ്സ്. ഡെഫിനിഷൻ: സ്പോണ്ടേനിയസ് പ്രോസസ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് മേ ഓൺലി ബി റിവേഴ്സ്ഡ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി. ഇറിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് മേ ഓൺലി ബി റിവേഴ്സ്ഡ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി. ടാങ്കിൽ നിന്ന് വെള്ളം പൈപ്പിലൂടെ വീഴാൻ പൈപ്പ് തുറന്നെടുത്താൽ മതി, മോട്ടർ ഇടേണ്ട ആവശ്യമില്ല. ഇറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി. മോട്ടർ വെച്ച് ടാങ്കൊക്കെ അടിക്കാം, പക്ഷെ അത് സ്പോണ്ടേനിയസ് അല്ല, നോൺ സ്പോണ്ടേനിയസ് ആണ്. മോട്ടർ ഓഫായാൽ പോകുന്നത് നിൽക്കും. സ്പോണ്ടേനിയസ് പ്രോസസ്. എന്തുകൊണ്ട് ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആയി? വെറുതെ ഒന്നും നടക്കത്തില്ല. അതിൻ്റെ പിന്നിൽ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, ഒരു ക്രൈറ്റീരിയൻ, ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ഒക്കെ ഉണ്ടാവും ഒരു പ്രോസസ്സ് നടക്കുന്നതിൻ്റെ പിന്നിൽ. അപ്പോൾ ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുന്നതിൻ്റെ പിന്നിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് ചാടുമ്പോൾ ഹൈ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ലോ പൊട്ടൻഷ്യൽ എനർജിക്കാണ് എത്തുന്നത്. അപ്പോൾ എനർജി കുറയാണ്. കെമിക്കൽ റിയാക്ഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ
പ്രോസസ് സ്പോണ്ടേനിയസ് ആവാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് ടുവേർഡ്സ് മിനിമം എനർജി ഡെൽറ്റ എച്ച് നെഗറ്റീവ് ടുവേർഡ്സ് മിനിമം എനർജി ഡെൽറ്റ എച്ച് നെഗറ്റീവ് ബട്ട് some process their delta H is 0 or delta H is positive but they are spontaneous. For example, evaporation spontaneous process but towards maximum energy delta H positive ആണ്. അപ്പോൾ അവിടെ എനർജി ഫാക്ടർ അല്ല അതിൻ്റെ സ്പോണ്ടേനിറ്റിയെ സ്വാധീനിച്ചത് ഡിസോർഡർ ഫാക്ടറാണ്. അഥവാ ടുവേർഡ്സ് മാക്സിമം ഡിസോർഡർ. H2O ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ഡിസോർഡർ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പ്രപഞ്ചത്തിൽ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നുണ്ട്, ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ഇൻക്രീസ് ഡ്യൂറിങ് ഈച്ച് സ്പോണ്ടേനിയസ്. അപ്പോൾ ടുവേർഡ്സ് മാക്സിമം എനർജി കൂടുന്ന ടുവേർഡ്സ് മാക്സിമം ഡിസോർഡർ കൂടുന്ന ഭാഗത്തോട്ട് ഡിസോർഡർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ടുവേർഡ്സ് മാക്സിമം ഡിസോർഡർ റാൻഡംനെസ് എൻട്രോപ്പി. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചാൽ ആ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി രണ്ടുപേരും പോസിറ്റീവ് ആയാൽ ഇതും പോസിറ്റീവ് അപ്പോൾ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഓവറാൾ ഇഫക്റ്റിൻ്റെ ബേസിലാണ്. ആ ഓവറാൾ ഇഫക്റ്റ് പറയുന്ന കോൺസെപ്റ്റാണ് ഗിബ്സ് ഫ്രീ എനർജി അഥവാ ജി. ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ ജി. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഗിബ്സ് എനർജി ഈസ് ദ maximum amount of energy which converted into useful work. അപ്പോൾ വർക്ക് സംഭവിക്കുക പ്രോസസ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഗിബ്സ് എനർജിയാണ് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഗിബ്സ് എനർജി അവിടെ കുറഞ്ഞു വരും. ഡെൽറ്റ ജി നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ that process is spontaneous. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ that process is non spontaneous. ഡെൽറ്റ ജി ഈക്വൽ ടു 0 that process is equilibrium. ഡെൽറ്റ ജി 0 ആണെങ്കിൽ ഈക്വിലിബ്രിയം. ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ തന്നെ മനസ്സിലാകും. സൈൻ കൊടുത്താൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഓക്കെ, ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. സോ ഡെൽറ്റ ജിൻ്റെ സൈൻ എന്ത് വരും? നെഗറ്റീവ് മൈനസ് പോസിറ്റീവ്. ദ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്. ഇങ്ങനെ സംഭവിച്ചാൽ ദാറ്റ് പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ്. ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി ഈക്വൽ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കാം. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, പോസിറ്റീവ് മൈനസ് നെഗറ്റീവ്. എന്താ സംഭവിക്കുക? ഈ നെഗറ്റീവ് പോസിറ്റീവ് ആകും, ഡെൽറ്റ ജി പോസിറ്റീവ് ആകും. ദാറ്റ് പ്രോസസ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. ഇനി ശ്രദ്ധിക്കൂ, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസും പോസിറ്റീവ്. രണ്ടാളും പോസിറ്റീവായാൽ പോസിറ്റീവ് മൈനസ് പോസിറ്റീവ്, ഇതിൻ്റെ സൈന് എന്ത് സംഭവിക്കാം? നെഗറ്റീവും സംഭവിക്കാം, പോസിറ്റീവും സംഭവിക്കാം. പോസിറ്റീവ് മൈനസ് പോസിറ്റീവ് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് ആവണമെങ്കിൽ ടി ഡെൽറ്റ എസ് കൂടണം.
ദാറ്റ് മീൻസ് ഇത് നെഗറ്റീവ് ആവുന്നത് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇത് പോസിറ്റീവ് ആവുന്നത് അറ്റ് ലോ ടെമ്പറേച്ചർ. അതിനർത്ഥം നെഗറ്റീവായാൽ ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആയി. പോസിറ്റീവായാൽ ആ പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് ആയി. അപ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടി, നോൺ സ്പോണ്ടേനിയസ് അറ്റ് ലോ ടി. ഇനി ഇത് രണ്ടാളും നെഗറ്റീവായാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരും. ഇത് നെഗറ്റീവ് ആവുന്നത് അറ്റ് ലോ ടിയും ഡെൽറ്റ ജി പോസിറ്റീവ് ആവുന്നത് അറ്റ് ഹൈ ടി ആയിരിക്കും. നോക്കിയാൽ മനസ്സിലാവും അത്. ഓക്കെ, ഈ ഹൈ ടി ലോ ടി എന്ന് പറയുന്ന ആ ടെമ്പറേച്ചർ എത്രയാണ് എന്നറിയുന്നിടത്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നിങ്ങൾ എത്തുന്നത്. അഥവാ നമുക്കറിയാം അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി ഈക്വൽ ടു 0. At equilibrium, delta G equal to 0. Okay, listen here. At equilibrium, delta G equal to 0. So, delta H minus T delta S equal to 0. അപ്പോൾ delta H equal to T delta S. T equal to delta H by delta S. Very clear. T equal to delta H by delta S at equilibrium. ഓക്കെ, ഇനി കാര്യം കണ്ടോ. ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അത് സ്പോണ്ടേനിയസോ നോൺ സ്പോണ്ടേനിയസോ ആവും. ഈ ടെമ്പറേച്ചർ അത് ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അറ്റ് ഹൈ ടി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ടെമ്പറേച്ചറിൻ്റെ മുകളിലോട്ട്, ലോ ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ആ ടെമ്പറേച്ചറിൻ്റെ താഴോട്ട്. ടെമ്പറേച്ചർ കാണുന്ന ഇക്വേഷൻ മറക്കണ്ട. ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. അതിൻ്റെ മുകൾക്കാണോ താഴോട്ടാണോ സ്പോണ്ടേനിയസ് എന്നുള്ളത് സൈന് നോക്കിയിട്ടാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ആ ക്വസ്റ്റ്യനിലെ ടി കാണുകയാണ്. നിങ്ങൾ പറഞ്ഞ ടി കാണുന്ന ഇക്വേഷൻ എന്താ? ടി ഈക്വൽ ടു ഓക്കെ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ഗുഡ്. ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. വെരി ഗുഡ്. ഈക്വൽ ടു വാട്ട് ഈസ് ദ ഡെൽറ്റ എച്ച്? യെസ്, 170 കിലോജൂൾ. ഗുഡ്. 170 കിലോജൂൾ ഡിവൈഡഡ് ബൈ 170 ജൂൾ കെൽവിൻ റൈസ് ടു -1. സോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത് രണ്ടും വെട്ടിയിട്ട് 1 ആണ് ആൻസർ എഴുതരുത്. ദിസ് ഈസ് കിലോ ജൂൾ. ഒന്നെങ്കിൽ ഇതിനെ കിലോ ജൂൾക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇതിനെ ജൂളിലോട്ട് മാറ്റുക. ഞാൻ ഇതിനെ ജൂളിലോട്ട് മാറ്റുകയാണ്. 170 ഇൻറ്റു 10⁻³ ജൂൾ. സോ ക്ലിയർ. ജൂൾ വെട്ടി 10⁻³ കെൽവിൻ അഥവാ 1000 കെൽവിൻ. 1000 കെൽവിലാണ് ഇക്വിലിബ്രിയം. 1000 കെൽവിനിലാണ് ഇക്വിലിബ്രിയം. സ്പോണ്ടേനിയസ് ആകുന്ന ടെമ്പറേച്ചറാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ സൈന് നോക്കണം. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസും പോസിറ്റീവ്, രണ്ടാളും പോസിറ്റീവായാൽ സ്പോണ്ട അറ്റ് ഹൈ ടി. സോ ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ് എബോവ് 1000 കെൽവിൻ. 1000 കെൽവിനിൽ അത് 1000 കെൽവിൻ്റെ മുകൾക്ക് സ്പോണ്ടേനിയസ് ആകും. സോ വി ക്യാൻ സെലക്ട് ദ ഓപ്ഷൻ 910 ഈസ് റോങ്. 110 1000ൻ്റെ മേലെയാണ്. സോ ദിസ് ഈസ് കറക്റ്റ് ആൻസർ. 510 റോങ് ആൻസർ. 710 ഈസ് ദ റോങ് ആൻസർ. ഈ ടെമ്പറേച്ചറിലെല്ലാം അത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. 1000ൻ്റെ മുകളിൽ അത് സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന നേരത്തെ പ്രതിപാദിച്ച അതേ ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറെ ചോദ്യമാണ്. കുറച്ച് ഇക്വേഷൻസ് തന്നിട്ട് അല്ലെങ്കിൽ ചില പ്രോസസ്സുകൾ തന്നിട്ട് ഡിസോർഡർ കൂടുന്ന പ്രോസസ്സ് ഏതാണ് അല്ലെങ്കിൽ ഡിസോർഡർ കുറയുന്ന പ്രോസസ്സ് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എൻട്രോപ്പി ചേഞ്ച്, ഡിസോർഡർ കൂടുന്ന പ്രോസസ്സ് ഇവയിൽ ഏതാണ് എന്ന് സെലക്ട് ചെയ്യാനാണ്. ഇത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. വെള്ളം വേപ്പർ ആകുമ്പോൾ ഡിസോർഡർ കൂടുന്നു,
വെള്ളം ഐസാകുമ്പോൾ ഡിസോർഡർ കുറയുന്നു, ഐസ് വെള്ളമാകുമ്പോൾ ഡിസോർഡർ കൂടുന്നു. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ. ഇപ്പോൾ കാർബൺ കത്തിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡായി മാറുമ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നു മുഴുവനായിട്ടും. അപ്പോൾ ഡിസോർഡർ കൂടുന്നു. ഇവിടെ ഡിസോർഡർ കൂടുന്ന സ്റ്റേറ്റുകൾ ചെക്ക് ചെയ്യാം. കാൽസ്യം ഓക്സൈഡ് സോളിഡാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. രണ്ടാളും കൂടിച്ചേർന്നിട്ട് മൊത്തം സോളിഡ് ഫോമൊക്കെ മാറി. സോ ഡിസോർഡർ ഇൻക്രീസ് ഓർ ഡിക്രീസ്? പറയൂ, ഡിസോർഡർ ഇൻക്രീസ് ഓർ ഡിക്രീസ്? യെസ്, ഡിക്രീസ്. സോ ഇറ്റ് ഈസ് നോട്ട് ദ ആൻസർ. NaCl അക്വ. അക്വ എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ലയിച്ചത്, അക്വ സ്റ്റേറ്റിക്ക് മാറിയത്. NaCl അക്വ അഥവാ ഹൈഡ്രേറ്റഡായി മാറി. അയോണുകളായി മാറിയിട്ടില്ല, ഹൈഡ്രേറ്റഡായി മാറി. ഡിസോൾവ് ആയിട്ടില്ല, ഹൈഡ്രേറ്റഡായി. NaCl അക്വ. പക്ഷെ അക്വ സ്റ്റേറ്റിലാണ്, കുറച്ചുകൂടി ഫ്രീ സ്റ്റേറ്റാണ്. അത് സോളിഡ് സ്റ്റേറ്റിക്ക് മാറി. അങ്ങനെ മാറുമ്പോൾ അതിൻ്റെ ഡിസോർഡർ ഡിക്രീസ്. ഓക്കെ. അടുത്ത NaNO3 സോളിഡ് ആയിരുന്നു. അത് അക്വ സ്റ്റേറ്റിൽ അയോണുകളായി ഡിസോൾവ് ചെയ്തു. അപ്പോൾ അയോണുകൾ ഡിസോൾവ് ചെയ്തു, അയോണിക് മൊബിലിറ്റി സംഭവിച്ചു, ഡിസോർഡർ കൂടി. സോ ഇതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ഇൻക്രീസ്. ചോദിച്ചിരിക്കുന്ന എൻട്രോപ്പി ഇൻക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് മേ ബി ദ റൈറ്റ് ആൻസർ. ഇവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് 4 മോൾ ഉണ്ടായിരുന്നു, എല്ലാം കൂടിച്ചേർന്ന് 2 മോളായി കൂടിച്ചേർന്നു, ഡിസോർഡർ കുറഞ്ഞു. ഹിയർ എൻട്രോപ്പി ഡിക്രീസ്. ഇക്വേഷനൊക്കെ തിരിച്ച് തന്നിരുന്നെങ്കിൽ ഒക്കെ എൻട്രോപ്പി ചേഞ്ച് ഇൻക്രീസ് ആകുമായിരുന്നു. സോ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡിസോർഡർ കൂടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. നമുക്ക് വെറുതെ വേണമെങ്കിൽ വെറുതെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ വിചാരിക്കാം. ഇപ്പോൾ ക്ലാസ് റൂം വിട്ടാൽ, ക്ലാസ് ബെല്ലടിച്ചാൽ കുട്ടികൾ പുറത്തേക്ക് ഓടിയാൽ ഡിസോർഡർ ഇൻക്രീസ്. ഗ്രൗണ്ടിലെത്തിയാൽ ഡിസോർഡർ ഇൻക്രീസ്. വീട്ടിലെത്തിയാൽ ഡിസോർഡർ കൂടുന്നവരും കുറയുന്നവരൊക്കെ ഉണ്ടാവും. എനിവേ, ക്ലാസ്സിലേക്ക് അധ്യാപകനെത്തിയാൽ ഡിസോർഡർ ഡിക്രീസ്. അതെയല്ല, എല്ലാവരും ഒന്ന് ഒതുങ്ങിയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ്, ജസ്റ്റ് എനിക്ക് കമ്പാരിസനായിട്ട് പറയുന്നതാണ്. അതെ, വെൻ ആൻ എഗ് ഈസ് ഹാർഡ് ബോയിൽഡ്, നിങ്ങൾ ശ്രദ്ധിച്ചണമെന്ന് എനിക്കറിയില്ല. ഒരു കോഴിമുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ എൻട്രോപ്പി ചേഞ്ചിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കോഴിമുട്ട പുഴുങ്ങുമ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി? ഡെൽറ്റ എസ്. പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന്? ദ ആൻസർ ഈസ് ഡെൽറ്റ എസ് നെഗറ്റീവ് എന്ന് നമ്മൾ വിചാരിക്കും. കാരണം കോഴിമുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ അത് സോളിഡിഫൈ ചെയ്യുന്ന പോലെ തോന്നുന്നു, ഡിസോർഡർ കുറയും പോലെ തോന്നുന്നു. പക്ഷെ അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവാണ്. അവിടെ കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ്റെ അകത്തുള്ള ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്ത് മോർ കൊയാഗുലേറ്റഡ് ഫോമൊക്കെ മാറുന്നത്. ഡിസോർഡർ ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ് ടു ബിക്കം മോർ ഡിസോർഡർ ഫോം ആയിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ അത് സോളിഡിഫൈ ചെയ്യല്ല. ഒരു സാധനം സോളിഡിഫൈ ചെയ്യാൻ ടെമ്പറേച്ചർ കുറയ്ക്കല്ലേ വേണ്ടത്. കോഴിമുട്ട പുഴുങ്ങാൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്, അല്ലല്ലോ, ചൂടാക്കിയിട്ടാണ് ചെയ്യുന്നത്. സോ എൻട്രോപ്പി ചേഞ്ച് ഈസ് പോസിറ്റീവ്, ഡെൽറ്റ ഇസ് പോസിറ്റീവ്, ഡിസോർഡർ ഇസ് ഇൻക്രീസ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ എത്തുക എന്ന് പറയുന്നത് അതൊരു രസകരമായൊരു പ്രോസസ്സാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ആ കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ എൻട്രോപ്പി ഇസ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ്. പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങളുടെ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തുള്ളൊന്നും ചോദ്യത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ചാപ്റ്ററിൽ സിസ്റ്റം സറൗണ്ടിങ്, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണിത്. ഓപ്പൺ, ക്ലോസ്ഡ്, ഐസൊലേറ്റഡ്. ഓപ്പൺ എന്ന് പറയുമ്പോൾ എനർജി മാറ്ററും സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ക്ലോസ് എന്ന് പറയുമ്പോൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യും ബട്ട് നോട്ട് മാറ്റർ. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ രണ്ടും എക്സ്ചേഞ്ച് ചെയ്യൂല. തെർമസ് ഫ്ലാസ്കിൻ്റെ അകത്ത് നമ്മൾ ഹോട്ട് വാട്ടർ എടുത്താൽ അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. പിന്നെ സിസ്റ്റത്തെ സ്വാധീനിക്കുന്ന പ്രോപ്പർട്ടീസുകൾ, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം എല്ലാം, അവയുടെയൊക്കെ ഒരു വേരിയബിൾ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പാത്ത് ഫംഗ്ഷൻ, സ്റ്റേറ്റ് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ ഹീറ്റ് ആൻഡ് വർക്ക്. സ്റ്റേറ്റ് ഫംഗ്ഷൻ അഥവാ സ്റ്റേറ്റ് വേരിയബിൾ, സ്റ്റേറ്റ് ഫംഗ്ഷൻ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ഒക്കെ സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്,
അവയുടെ എക്സാമ്പിൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂവിൻ്റെ സൈനുകൾ ക്യൂ നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും, വർക്കും നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും എടുക്കാം. ഹീറ്റ് നെഗറ്റീവ് ആവുന്നത് റിലീസ്ഡ്, പോസിറ്റീവ് ആവുന്നത് അബ്സോർബ്ഡ്. വർക്ക് നെഗറ്റീവ് ആവുന്നത് എക്സ്പാൻഷൻ, വർക്ക് പോസിറ്റീവ് ആവുന്നത് കംപ്രഷൻ. ഇത് ബൈ ദ സിസ്റ്റം, ഇത് ഓൺ ദ സിസ്റ്റം. ലിസണിയേഴ്സ്, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. 701 ജൂൾ ഹീറ്റ് അബ്സോർബ്ഡ്, 394 ജൂൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. വാട്ട് ഈസ് ദ ഡെൽറ്റ യു? ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ ചേഞ്ച് എന്തെന്നാണ് ചോദ്യം. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ ഈസ് 701, 701 ജൂൾ. ഓക്കെ, അതിൻ്റെ സൈന് പോസിറ്റീവ് ബിക്കോസ് അബ്സോർബ്ഡ് പോസിറ്റീവ്. വർക്ക് 394 ജൂൾ തന്നെയാണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്കിൻ്റെ സൈൻ നെഗറ്റീവ്. സോ ദ ആൻസർ ഈസ് 701 മൈനസ് 394. അതാണ്, അല്ലാതെ രണ്ടും ആഡ് ചെയ്യല്ല വേണ്ടത്. സൈൻ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ, ഡെൽറ്റ എച്ചും ഡെൽറ്റ യും തമ്മിലുള്ള റിലേഷൻ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഫോർ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിൻ്റെ ചേഞ്ച്. അതും ടെമ്പറേച്ചറും ഗ്യാസ് കോൺസ്റ്റൻ്റെ വാല്യൂ കൊടുത്തിട്ട് ഡെൽറ്റ യു കൊടുത്ത് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില ഭാഗങ്ങളെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ആ ഭാഗം ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, 7ാമത്തെ ചാപ്റ്ററായ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ളൊരു ചോദ്യമാണ് ഈ വന്നിരിക്കുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, റിയാക്ഷൻ കോഷ്യൻറ്റ് ക്യു സി. ക്യു സി ഉപയോഗിക്കാം, ക്യൂ എന്ന് ഉപയോഗിക്കാം. റിയാക്ഷൻ കോഷ്യൻറ്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ഇവ തമ്മിലുള്ള റിലേഷൻ വെച്ചുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന സമയത്ത്, ലോസ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം, ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെ എഴുതാൻ ചോദിച്ചാൽ, കൺസിഡർ എ ജനറൽ റിയാക്ഷൻ എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അതിൻ്റെ കോഎഫിഷ്യൻറ്റ് പവറായി വരും കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി. എല്ലാവർക്കും അറിയുന്നതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി. കോൺസെൻട്രേഷൻ ടേം നമ്മൾ പ്രഷർ വെച്ച് റീപ്ലേസ് ചെയ്യാൻ, പി വി ഈക്വൽ ടു എൻ ആർ ടി വെച്ച് പ്രഷർ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന കോൺസ്റ്റൻ്റാണ് കെ പി. ഈ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ കെ പി സി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. വെൻ ഡെൽറ്റ എൻ ഈസ് ദ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾ, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, ഈ വാല്യൂ ഒക്കെ കെ സി കെ പി ഈ വാല്യൂ ഒക്കെ അറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്തുള്ള പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷനാണ് അറ്റ് ഇക്വിലിബ്രിയം. എന്നാൽ അറ്റ് എനി ടൈം ഓഫ് ദ റിയാക്ഷൻ ഏതൊരു സമയത്തും ഈ വാല്യൂ അഥവാ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റാണ് റിയാക്ഷൻ കോഷ്യൻറ്റ് അറ്റ് എനി ടൈം ഓഫ് ദ റിയാക്ഷൻ. അതാണ് ക്യു സി. ആ ക്യു സിയുടെ വാല്യൂ വളരെ കൂടുതലാണ്, കെ സിയേക്കാളും കൂടുതലാണെങ്കിൽ അഥവാ ക്യു സി ആണ് കൂടുതലെങ്കിൽ അതിൻ്റെ അർത്ഥം കെ സി കുറവാണ്. കെ സി കുറവാവാൻ മീൻസ് ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയം റിയാക്ഷൻ ബാക്കോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നതിനർത്ഥം. പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് കുറവാണ്, അറ്റ് എനി ടൈമിൽ അത് കൂടുതലായിരുന്നു. അതിൻ്റെ അർത്ഥം റിയാക്ഷൻ ബാക്കോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്.
എന്നാൽ ക്യു സി ലെസ് ദാൻ കെ സി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ സമയത്തുള്ള പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയെന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ആവുമ്പോൾ പ്രൊഡക്റ്റ് കൂടുതൽ ഉണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം അറ്റ് എനി ടൈം ഓഫ് ദി റിയാക്ഷനേക്കാളും കൂടുതൽ പ്രൊഡക്റ്റ് ഇക്വിലിബ്രിയം ആവുന്ന സമയത്താണ് ഉണ്ടാവുന്നത്. അതിൻ്റെ അർത്ഥം റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലോട്ട് പോകാനും വേണ്ടിയിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ റിയാക്ഷൻ പ്രൊസീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തോട്ട് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇക്വിലിബ്രിയം ആവാൻ റിയാക്ഷൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് കെ സിയുടെ വാല്യൂ ക്യു സിനേക്കാളും കൂടുതലായിരിക്കും. സോ വി ക്യാൻ സെലക്ട് കെ സി ഗ്രേറ്റർ ദാൻ ക്യു സി. അപ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം, കെ സി ആണ് ക്യു സിയേക്കാളും കൂടുതലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ പ്രൊസീഡ് ടു റൈറ്റ്, റിയാക്ഷൻ പ്രൊസീഡ് ടു പ്രൊഡക്റ്റ് സൈഡ് ഫോർവേഡ് ഡയറക്ഷൻ. കെ സി ലെസ് ദാൻ ക്യു സി ബാക്ക്വേർഡ് ഡയറക്ഷൻ. കെ സിയും ക്യു സിയും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് അറ്റ് എൻ ഇക്വിലിബ്രിയം. അത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഫോർവേഡ്സ്, ദിസ് ഈസ് ബാക്ക്വേർഡ്സ്, ദിസ് ഈസ് ഈക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ വാട്ട് ഈസ് ദ പി എച്ച് ഓഫ് 0.05 മോളാർ ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ? ഇങ്ങനത്തെ ഒരു പി എച്ച് കാണുന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊരു 80% നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാകും. സാധ്യതയുണ്ട്. നമുക്കറിയാം പി എച്ച് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്, നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്, അതാണ് പി എച്ച്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൊല്യൂഷൻ്റെ പി എച്ച് കാണാൻ കഴിയും. ഈ പി എച്ച് ഉള്ളതിൻ്റെ അർത്ഥം പവർ ഓഫ് എച്ച് പ്ലസ് അയോൺ എന്നാണത്. മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. ഗുഡ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആള് ബേരിയം ഹൈഡ്രോക്സൈഡാണ്. ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോർമുല BaOH ട്വൈസ് എന്നാണ്. ബേരിയം ഹൈഡ്രോക്സൈഡാണ്, BaOH ട്വൈസ്. അതൊരു ബേസാണ്. ഇസനിയർ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ OH മൈനസ് അയോൺ ആണുള്ളത്. OH മൈനസ് അയോൺ, അപ്പോൾ നമുക്ക് OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷനാണ് കിട്ടുക. നമുക്ക് H പ്ലസ് അയോണിൻ്റെ കോൺസെൻട്രേഷനാണ് വേണ്ടത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതേപോലെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. POH ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? OH മൈനസ്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പി എച്ചും അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറിൻ്റെ കേസിൽ PH പ്ലസ് POH എന്ന് പറയുന്ന ഇതാണ് PKW. അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറിൻ്റെ പവർ PKW is equal to PH plus POH ഈക്വൽ ടു PKW എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് KW എന്ന് പറഞ്ഞാൽ KW 10⁻⁻14 ആണ്. എന്ന് പറഞ്ഞാൽ PKW is equal to 14. PKWൻ്റെ വാല്യൂ 14 ആണ്. സോ POH കിട്ടിക്കഴിഞ്ഞാൽ PH is equal to 14 മൈനസ് POH. 14 മൈനസ് POH. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ PH കിട്ടാൻ നാം ആദ്യം എന്ത് കാണണം? POH കാണണം. എന്നിട്ട് 14 മൈനസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. കാരണം ഇവിടെ OH മൈനസ് അയോണുകളാണുള്ളത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ 2 OH മൈനസ് അയോണുകളുണ്ട്. 2 OH മൈനസ് അയോൺ ഉണ്ട് ആണല്ലോ. സോ 2 OH മൈനസ് അയോൺ ഉള്ളത് കൊണ്ട് 0.05 മോളാർ, ഈ ആള് 0.05 മോളാർ നാം എടുത്താൽ ഇവനും 0.05 മോളാർ ഒരു OH മൈനസും മറ്റതും 0.05 മോളാർ OH മൈനസ് ഉണ്ടാകും. ഇത് രണ്ടും കൂടിയിട്ട് 0.05 മോളാർ 0.05 മോളാർ OH മൈനസിൽ രണ്ടെണ്ണം ഉണ്ടാവും. ദാറ്റ് ഈസ് 2 into 0.05. 2 into 0.05 means 0.1. So the concentration of OH minus is 0.1. So POH is equal to minus log concentration of OH minus equal to minus log, what is the concentration of OH minus? 0.1 എന്ന് പറഞ്ഞാൽ 10⁻⁻1.
0.1 എന്ന് പറഞ്ഞാൽ 1/10, ദാറ്റ് ഈസ് 10⁻⁻1. ലോഗ് a⁻x എന്ന് പറഞ്ഞാൽ x log a എന്നാണ്, x log a. സോ ഇറ്റ് ഈസ് -1 ഇൻറ്റു -log 10. log 10 is 1. So -1 into -1 equal to 1. POH is 1. Clear? POHന്റെ വാല്യൂ എത്ര വരുന്നത്? 1 ആണ്. POH is 1. Therefore pH is equal to 14 minus 1. So pH is equal to 13. So D is the correct answer. pH is equal to 13. Okay, clear. Look here. Okay.